നമസ്കാരം. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു വില്ല പ്രോജക്റ്റിലാണ് നമുക്ക് ഈ ഒരു വീട് പണി ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. തൊട്ടടുത്തായിട്ടുള്ള വീടുകളൊക്കെ ഏകദേശം സെയിലൗട്ടായി ആൾതാമസം തുടങ്ങിയ ഒരു ഏരിയയാണ്. ഒരു 40 വില്ല വരെ നമുക്ക് വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. തൊട്ട് ഫ്രണ്ടേജ് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ടാറിട്ട ഒരു ഫ്രണ്ടേജ് നമുക്ക് വരുന്നുണ്ട്. ലോറി സൈറ്റാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. വട്ടിയൂർക്കാവ് കാവിൻപുറം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരു 15 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് വരുന്നത്. 4.5 സെൻറ്റിൽ 2250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കണ്ടംപററി ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്താണ് ഈ ഒരു വീടിൻ്റെ പണിയും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ തന്നെ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഈ ഒരു മനോഹരമായൊരു എലിവേഷനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു മനോഹരമായൊരു വീടാണ്. ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെറാക്കോട്ട മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. 3D എലിവേഷനും കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു മനോഹരമായ ഒരു എലിവേഷൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കടക്കാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു വീടിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് വരുന്നത്. നമുക്ക് എത്ര വലിയ കാറായാലും നമുക്ക് സുഖമായിട്ട് വീടിനകത്ത് ഒറ്റ ഇതിൽ സ്ട്രെച്ചിൽ തന്നെ വീട്ടിനകത്തോട്ട് കയറാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. ഫ്രണ്ടേജ് നമുക്ക് കാണുന്നത് പോലെ തന്നെ കംപ്ലീറ്റ് ആയി ടൈലും കാര്യങ്ങളും ഇട്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു കാറൊക്കെ നമുക്ക് നിർത്താനുള്ള ഒരു സ്പേസ് നമുക്ക് വരുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഏരിയയും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ 2 കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നുണ്ട്. ഗാർഡനും പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് തൊട്ട് സൈഡിലായിട്ട് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ അഗ്രികൾച്ചറും കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു സ്പേസ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിശാലമേറിയ സ്പേസാണ് നമുക്ക് ഈ ഒരു ലെങ്തി ഏരിയയിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് പൈപ്പ് കണക്ഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ വരുന്നത്. 12x7 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു സിറ്റ് ഔട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. നല്ല ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. അതുമാത്രമല്ല നമുക്കൊരു സർക്കുലർ രീതിയിൽ വരുന്ന ഒരു വിൻഡോ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ചുമരാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ സിറ്റ് ഔട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനാക്കി നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഡോർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നല്ല തേക്കിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. 2 പാളി വരുന്ന ഡോറാണ് നമുക്ക് വരുന്നത്. ഹാൻഡിൽസ് എല്ലാം തന്നെ നല്ല ലോങ് ആയിട്ടുള്ള പ്രീമിയം രീതിയിലുള്ള ഹാൻഡിൽസും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ്. നല്ല സിമ്പിൾ ആൻഡ് എലഗൻറ്റ് രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളും കൊടുത്താണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് കയറാം. സിറ്റ് ഔട്ടിൽ നമ്മൾ നേരെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 14x12 ഡയമെൻഷൻ വരുന്ന ഒരു ലിവിങ് ഏരിയ സ്പേസാണ് നമുക്കിവിടെ വരുന്നത്. നമുക്ക് അട്രാക്റ്റീവ് ഒരു TV യൂണിറ്റ് ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ലിവിങ് ഏരിയ സ്പേസ് നമുക്കാണ് കിട്ടുന്നത്. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നല്ല പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ നമുക്ക് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് സ്പോട്ട് ലൈറ്റും നമുക്കൊരു ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ ആണ്. ഫോൾ സീലിംഗ് വരുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഫോൾ സീലിംഗ് വർക്ക് ഈ ഒരു ലിവിങ് ഏരിയയിൽ തന്നെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല പ്രീമിയം രീതിയിൽ വരുന്ന ടൈൽസും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയുടെ പോകാം. അത്യാവശ്യം നല്ലൊരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീട്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് അതിനകത്ത് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ വിസിബിൾ ആണ്. അപ്പോൾ ഇത് നമ്മൾ നേരെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് നമുക്ക് വീടിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഡൈനിങ് ഏരിയയ്ക്കായിട്ട് വേണ്ടി നമുക്ക് എടുത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം നല്ല പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യം തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളതും. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു സ്പേസാണ് നമുക്ക് ഡൈനിങ് ഏരിയയ്ക്കായിട്ട് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഭാഗത്തും നമുക്ക് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റെയറിൻ്റെ താഴെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ് വരുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷനാക്കി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചുമരും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളതും.
അപ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയയുടെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു വാഷ് കൗണ്ടർ ഏരിയ ആണ് നമുക്കിവിടെ വരുന്നത്. അതും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മുകളിലും താഴെ വരെ നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു സ്മാർട്ട് മിറർ ഉൾപ്പെടുത്തിക്കൊണ്ട് ജാഗ്വറിൻ്റെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്തും യൂസ് ആക്കിയിട്ടുള്ളത്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോകാം. കിച്ചണിൻ്റെ ഭാഗം നമുക്ക് ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ലക്ഷറി ലുക്കും കാര്യങ്ങളും തരുന്ന ഒരു എൻട്രൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചണാണ്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. നല്ല പ്രീമിയം ലുക്കിലുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ്. നമ്മൾ ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസാണ് നമുക്ക് വരുന്നത്. കളർ കോമ്പിനേഷൻ തീംസും കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് വരുന്ന നല്ല മനോഹരമായ ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ കിച്ചണിൽ നമുക്ക് ചിമ്മിനി ഓൾറെഡി നമുക്ക് ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ടാണ് നല്ല മനോഹരമായ ഒരു ആംബിയൻസും കാര്യങ്ങളും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും. താഴെ മുകളിലായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഇവിടെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ്. സ്ലാബും കാര്യങ്ങളൊക്കെ നല്ല പ്രീമിയം രീതിയിലുള്ള നാനോടെക് സ്ലാബാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ കിച്ചണിൻ്റെ ഒരു വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ വീണ്ടും ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് 2 ബെഡ്റൂം വരുന്നുണ്ട്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. 12x12 ഡയമെൻഷനാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂം സൈസിന് വരുന്നത്. ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാൾഡ്രോബ്സ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്താണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്താണ് ഈ ഒരു ഫോൾ സീലിംഗ് നമുക്ക് ഡെക്കറേഷനാക്കി കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാൾഡ്രോബ്സ് നമുക്ക് സൈഡിലായിട്ട് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരിതാണ്. ഇതാണ് നമ്മളെ ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വാൾഡ്രോബ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യ ഉപകരണം കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് തന്നെ നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാവുന്ന ഒരു രീതിയിലാണ് ഈ ഒരു വാൾഡ്രോബ്സിൻ്റെ പണിയെല്ലാം ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ചെറുയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ടൈൽസും കാര്യങ്ങൾ തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ വീണ്ടും ഗ്രൗണ്ട് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂമിലാണ് നമ്മൾ പോകുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം വരുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഗ്രൗണ്ട് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂം നല്ല വിശാലമേറിയ അടിപൊളിയായിട്ടുള്ളൊരു സ്പേസ് വരുന്ന നല്ല മനോഹരമായൊരു ബെഡ്റൂം. 14x14 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻബിൽഡായിട്ട് വരുന്ന ഒരു വാൾഡ്രോബ്സ് നമുക്ക് ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. ബെഡ് സ്പേസ് വരുന്നിടത്ത് നമുക്ക് നല്ല മനോഹരമായ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഒരു ഏരിയ. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോൾ സീലിംഗ് നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയ നമുക്ക് സെപ്പറേറ്റ് ആക്കിയാണ് ഈ ഒരു ബാത്റൂം എല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. നല്ല പ്രീമിയം രീതിയിലുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ബാത്റൂമിൽ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നല്ല മനോഹരമായ രീതിയിലുള്ള ടെക്സ്റ്റ് വർക്കും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഹാൻഡിൽസ് ആണ് നമുക്കിവിടെ വരുന്നത്. അത്യാവശ്യം ഈ ഒരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് നമ്മൾ പുറത്തുനിന്ന് കണ്ടതുപോലത്തുള്ള ഒരു സർക്കുലർ രീതിയിലുള്ളൊരു വിൻഡോ നമുക്കിവിടെ വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്താണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സ്റ്റെയറിന് വരുന്ന ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. സ്റ്റെയർ ഏരിയ നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ എത്തുന്നത്. നല്ല അത്യാവശ്യം നല്ല വിശാലമേറിയ സ്പേസും കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് കിട്ടുന്നത്. നല്ല വലിയൊരു ലിവിങ് ഏരിയ സ്പേസാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ സ്പേസിൽ തന്നെ നല്ല അട്രാക്റ്റീവായുള്ള TV യൂണിറ്റ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളൊരു TV യൂണിറ്റ് ഏരിയയാണ്. ബാക്കിൽ എത്രയും നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ റൂഫിൽ ചെയ്തിട്ടുള്ള നല്ല മനോഹരമായ ഫോൾ സീലിംഗ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വിൻറ്റേജ് ലുക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്ത അടിപൊളിയായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്.
സ്പോട്ട് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായി കംപ്ലീറ്റ് ആയി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ഡെക്കറേറ്റീവ് ഐറ്റംസും കാര്യങ്ങളും കീപ്പ് ചെയ്യാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പാനൽ വർക്കും കാര്യങ്ങളും യൂസ് ചെയ്ത് ഡെക്കറേഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു ഭാഗം നമുക്ക് ഒരു ഓപ്പൺ ടെറസ് മോഡൽ ഉള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്കൊരു നനക്കല്ലും അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ ചുമര് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പ്രീമിയം ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്താണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. നനക്കല്ല് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഏരിയയാണ്. നമുക്ക് ഫ്ലോറിങ്ങിനായാലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ടൈൽസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ടെറസിലോട്ട് പോകാനുള്ള ഒരു എൻട്രൻസ് നമുക്ക് ഈ ഒരു ഭാഗത്തൂടെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മളപ്പോൾ ഈ ഒരു നല്ല മനോഹരമായ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ നമുക്ക് ഇത്രയും നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ, 2 ബെഡ്റൂം 2 ബാൽക്കണി നമുക്കിവിടെ വരുന്നുണ്ട്. ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല വിശാലമേറിയ നല്ല വലിയ സ്പേസുള്ള ഒരു ബെഡ്റൂം സൈസ്, നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. 24x22 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ സ്പേസുള്ള അടിപൊളിയായിട്ടുള്ളൊരു ബെഡ്റൂം. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ബെഡ് സ്പേസ് വരുന്നിടത്ത് നമുക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് നമുക്ക് ചെയ്താണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഒരു സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ഈ കാണുന്നത് പോലെ തന്നെ സൈഡിലായിട്ട് നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു വാൾ റൂഫ്സ് നമുക്ക് ഓൾറെഡി ഇവിടെ ഇൻബിൽഡായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോണിറ്റർ വയ്ക്കാനുള്ള ടേബിൾ ഉൾപ്പെടെയാണ് നമുക്കിവിടെ ഒരു വാൾ റൂഫ്സ് നമുക്ക് വരുന്നത്. ഓപ്പോസിറ്റ് സൈഡ് നോക്കുമ്പോഴത്തേക്കും ഒരു സിറ്റിംഗ് ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്ത് ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ വരുന്ന ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ. നല്ല പ്രീമിയം രീതിയിലുള്ള ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടുള്ളത്. കൺസീൽഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്സും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല പ്രീമിയം രീതിയിലുള്ള ബാത്റൂം ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ടും യൂസ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂമാണ് ഈ കാണാൻ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസ് നമുക്കിവിടെ വരുന്നുണ്ട്. 16x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു ബെഡ്റൂം സ്പേസ് ആണ്. സിറ്റിംഗ് ഏരിയ ഉൾപ്പെടെ നമുക്ക് ഈ ഒരു റൂമിലും വരുന്നുണ്ട്. വാൾ റൂഫ്സ് നമുക്കിവിടെ ഓൾറെഡി ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തതിനാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കി കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്തേക്കുന്നത്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു ബാൽക്കണി നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള ബാൽക്കണി. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും ഫാൻസി ലൈറ്റോ പിന്നെ സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു റൂമിലെ ബാൽക്കണി സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിലെ ഹാൻഡിൽസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് റൂമിലെ അറ്റാച്ച് ആയിട്ടുള്ള ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ഏരിയ ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. 20x16 ഡയമെൻഷനാണ് നമുക്കൊരു ബാൽക്കണിയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഫോൾ സീലിംഗ് വർക്ക് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല മനോഹരമായ തടിയിലുള്ള ഒരു ഊഞ്ഞാൽ നമുക്ക് ഈ ഒരു വലിയ ഒരു ബാൽക്കണിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ട് വരുന്ന ഒരു ഊഞ്ഞാലും കാര്യങ്ങളും ഓൾറെഡി നമുക്ക് വെച്ചിട്ടുണ്ട്. തൊട്ട് സൈഡിലായിട്ട് നമുക്ക് ടെറാക്കോട്ട മെറ്റീരിയലും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ നമുക്കവിടെ വരുന്നുണ്ട്. തൊട്ട് സൈഡിലായിട്ട് ഇവിടെ ഈ ഒരു ചുമര് മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ ടെക്സ്ചർ വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വോൾ ആർട്ട് ഉൾപ്പെടെ നമുക്ക് വരുന്ന നല്ല മനോഹരമായ രീതിയിലുള്ള ചുമരാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ
ഈ ഒരു വീടിൻ്റെ മെയിൻ ബാൽക്കണിയുടെ വിശേഷങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മുടെ ഈ ഒരു 4.5 സെൻറ്റിൽ 2250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്ത വട്ടിയൂർക്കാവിലുള്ള കാവിൻപുറം എന്നുള്ള സ്ഥലത്ത് നമുക്കൊരു വില്ല പ്രോജക്റ്റ് നമുക്ക് നടക്കുന്ന ഏരിയയിൽ നമുക്ക് 40 വില്ല വരെ നടക്കുന്ന ഏരിയയിൽ പണി ചെയ്ത് തീർത്ത് നല്ല മനോഹരമായ ഒരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിലാണ് നിങ്ങളിപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ആസ്കിങ് എമൗണ്ടാണ് നമ്മളിപ്പം പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് നമുക്ക് ചോദിക്കുന്നത് 96 ലക്ഷമാണ്, 96 lakhs ആണ് നമുക്കിതിൻ്റെ ചോദ്യം വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് തികച്ചും നെഗോഷ്യബിൾ ആണ്. അപ്പം ഈ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസോ ലൊക്കേഷൻ ഡീറ്റെയിൽസോ കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.